ക്ലൈമറ്റ് നറേറ്റീവ്സിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജെയിൻ ഹേർഷ്ഫീൽഡിൻ്റെ 3 Foxes by the Edge of the Field at Twilight എന്നുള്ള ഷോർട്ട് പോവമാണ്. ജെയിൻ ഹേർഷ്ഫീൽഡ് ഒരു അമേരിക്കൻ പോയിറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാൻസ്ലേറ്ററാണ്. വളരെ റിഫ്ലക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേറ്റീവ് പോംസ് എഴുതുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജെയിൻ ഹേർഷ്ഫീൽഡ്. കണ്ടംപററി അമേരിക്കൻ പോയിട്രിയിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. നേച്ചർ, സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ ഹ്യൂമൻ മൈൻഡ്, ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ട് അസോസിയേറ്റഡ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് എഴുതുന്നതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വളരെ കാമായിട്ടും ഒരു ഒബ്സർവൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിലുമാണ് ഇവർ പോംസ് എഴുതുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ കണക്ഷൻ വിത്ത് നേച്ചർ, ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിൽ സൈലൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ മൈൻഡിനുണ്ടാവുന്ന അല്ലെങ്കിൽ ഇന്നർ മൈൻഡിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, എക്കോളജിക്കൽ അവെയർനെസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് അവെയർ ആയിട്ടിരിക്കണം എൻവയോൺമെൻറ്റിനെ കുറിച്ച്, എങ്ങനെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജെയിൻ ഹേർഷ്ഫീൽഡ് ഈ പോത്തിനകത്ത് അല്ലെങ്കിൽ പൊതുവെ അവരുടെ പോംസിനകത്ത് പറഞ്ഞു പോകുന്നത്. സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതുന്നത്, കുറച്ച് ഫിലോസഫിക്കലായിട്ടും എഴുതും. മെനി ഓഫ് എ പോംസ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് എൻവയോൺമെൻറ്റൽ കൺസേൺസ് ആണ്. ഒരു എക്കോളജിക്കൽ ലിറ്ററേച്ചർ എന്ന് നമുക്ക് ഇവരുടെ പോത്തിനെ അല്ലെങ്കിൽ കവിതകളെ അല്ലെങ്കിൽ ഇവരുടെ വർക്ക്സിനെ പറയാം. ഓക്കെ, അപ്പം സമ്മറി ഓഫ് ദ പോം ഇതാണ്. നമ്മുടെ 3 Foxesൻ്റെ സമ്മറി ആദ്യം ഒന്ന് ഞാൻ പറയാം. പോം ഒരു ഹ്യൂമൻ ബീങ്സും 3 ഫോക്സും തമ്മിലുള്ള ഷോർട്ടായിട്ടുള്ള ഒരു എൻകൗണ്ടറിനെ കുറിച്ച് പറയുവാണ്. ഹ്യൂമൻ ബീങ്സ് 3 ഫോക്സസിനെ ട്വൈലൈറ്റ്, അതായത് ആ ഒരു ഈവനിങ് സമയത്ത് കാണുന്നു. ഓരോ ഫോക്സും ഡിഫറെൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരെണ്ണം വളരെ ആക്റ്റീവാണ്, സെർച്ചിങ് ആണ്, ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നു. ഒരെണ്ണം റെസ്റ്റ്ലെസ് ആണ്, അൺസർട്ടൻ ആയിട്ട് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നു. ഒരെണ്ണം വളരെ സ്റ്റില്ലായിട്ട് കാമായിട്ട് ഭയങ്കര കോഷ്യസ് ആയിട്ട് വാച്ച്ഫുൾ ആയിട്ട് നിൽക്കുവാണ്. ഹ്യൂമൻസ് അടുത്തോട്ട് വരുമ്പോൾ ഫോക്സസ് വുഡ്സിലോട്ട്, അതായത് കാട്ടിലോട്ട് ഡിസപ്പിയർ ആവുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നേച്ചറുമായിട്ടുള്ള ആ ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ കണക്ഷൻ ഇല്ലായ്മ, അതായത് മിസ്ഡ് കണക്ഷനെയാണ് ഇവിടെ പറയുന്നത്. പോം എൻഡ് ചെയ്യുന്ന ഒരു പവർഫുൾ റിയലൈസേഷനിലാണ്. നേച്ചർ എന്ന് പറയുന്ന ഒരിക്കലും പാസീവ് അല്ല, അതും ഹ്യൂമൻ ബീങ്സിനെ ഒബ്സർവ് ചെയ്യും എന്നുള്ളൊരു നോട്ടിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പോം അതായത് ഒരു ഒബ്സർവേഷനിൽ നിന്ന് തുടങ്ങി ഒരു ലോസ്, നഷ്ടത്തിനെക്കുറിച്ച് പറയുന്നു. ഹ്യൂമൻ ബീങ്സും നേച്ചറും തമ്മിലില്ലാത്ത ഒരു കണക്ഷൻ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നു. പിന്നെ ഒരു റിഫ്ലക്ഷൻ, നമ്മളെ ഒന്ന് തിങ്കിങ്ങിലോട്ട് കൊണ്ടുപോകുന്നു റീഡേഴ്സിനെ. പിന്നീട് ഒരു ഷോക്കിംഗ് റിയലൈസേഷനാണ് ലാസ്റ്റ് പറഞ്ഞ് പോം നിൽക്കുന്നത്. ഇതാണ് 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ പോയം നീങ്ങുന്ന 4 സ്റ്റെപ്പാണിത്. ഒബ്സർവേഷൻ, ലോസ്, റിഫ്ലക്ഷൻ, റിയലൈസേഷൻ. നമുക്ക് ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാം. 1 ran her nose to the ground, a rusty shadow, neither hunting nor playing. 1 stood, sat, lay down, stood again. 1 never moved except to turn her head. 3 ഫോക്സസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 പേരെക്കുറിച്ചുമാണ് ഇവിടെ ഈ ലൈൻസിനകത്ത് പറയുന്നത്. ആദ്യത്തെ ഫോക്സ് എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ നോസ് ഗ്രൗണ്ടിലാണ് എന്ന് വെച്ചാൽ അതിങ്ങനെ എർത്തുമായിട്ടുള്ളൊരു കണക്ഷൻ കാണിക്കുവാണ്. അതിങ്ങനെ സ്മെല്ല് ചെയ്ത് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ കാണിച്ചൊക്കെ നിൽക്കുവാണ്. അതിനെ റസ്റ്റി എന്നാണ് പറയുന്നത്. റസ്റ്റി എന്ന് വെച്ചാൽ ആ ഫോക്സിൻ്റെ റെഡിഷ് കളറിനെയാണ് പറയുന്നത്, തുരുമ്പിൻ്റെ കളറ്. അത് കുറച്ച് ഷാഡോയി ആയിട്ട് നിൽക്കുവാണ്, എന്ന് വെച്ചാൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ ഫോക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് ഹണ്ട് ചെയ്യുന്നുമില്ല, പ്ലേ ചെയ്യുന്നുമില്ല. അപ്പോൾ ഫോക്സ് ഹണ്ട് ചെയ്യുന്നുമില്ല, പ്ലേ ചെയ്യുന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ കാറ്റഗറീസിലൊന്നും വരുന്നില്ല. ഫോക്സ് ഹ്യൂമൻ ബീങ്സിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. അതവിടെ എന്താ പറയുക, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുവാണ്. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ് ആണ്. രണ്ടാമത്തെ ഫോക്സ് എന്ന് പറയുന്നത് റെസ്റ്റ്ലെസ് ആണ്, ഇൻഡിസിസീവ് ആണ്, എന്തോ ചെയ്യണം എന്നറിയാൻ വയ്യാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്, അൺസർട്ടൻ ആയിട്ട് നിൽക്കുവാണ്, വളരെ അലേർട്ടായിട്ട് നിൽക്കുവാണ്. എന്ന് വെച്ചാൽ ആനിമലിന് ഹ്യൂമൻ പ്രസൻസിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ടെൻഷനാണ് രണ്ടാമത്തെ ഫോക്സ് കാണിക്കുന്നത്. ഹ്യൂമൻ ബീങ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷൻ, അതാണ് രണ്ടാമത്തെ ഫോക്സിൽ നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഫോക്സ് എന്ന് വെച്ചാൽ വളരെ കാം ആൻഡ് ഒബ്സർവൻ്റ് ആണ്, ഹ്യൂമൻ ബീങ്സിനെ ക്വയറ്റായിട്ട് വാച്ച് ചെയ്യുവാണ്. പിന്നെ ഇനി അടുത്ത പറയാൻ പോകുന്ന ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചാണ്. ഹ്യൂമൻ ബീങ്സ് അവരെ അതായത് ഹ്യൂമൻ ബീങ്സ് ഫോക്സിനെ അല്ലെങ്കിൽ ആ ഫോറസ്റ്റിലോട്ട് കയറി വരിക എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്, ആ ഒരു നാച്ചുറൽ ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മീനിങ്. അപ്പോൾ ഫോക്സസ് എന്ത് ചെയ്യുവാണ്, വാനിഷ് ചെയ്യുവാണ്, ഫോറസ്റ്റിലോട്ട് ഡിസപ്പിയർ ആവുകയാണ്. എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രസൻസ് അവിടെ നേച്ചറിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു.
സോ അവിടെ എന്ത് സംഭവിക്കുന്നു, നേച്ചറിൻ്റെ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഈ 3 ഫോക്സസും കാട്ടിലോട്ട് വാനിഷ് ആവുകയാണ് ഹ്യൂമൻ ബീങ്സ് ഈ അപ്രോച്ച് ചെയ്യുന്നത് കാരണം. എന്ന് വെച്ചാൽ ഡേഞ്ചർ ആണല്ലോ വരുന്നത്, അതുകൊണ്ട് നേച്ചർ അബ്സോർബ് ചെയ്യുവാണ് ഇവരെ കംപ്ലീറ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ ഇവർ വാനിഷ് ചെയ്തു ഫോറസ്റ്റിനകത്തെന്ന് പറയുന്നുണ്ട് ഫോക്സസ്. എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ്സ് വന്നപ്പോൾ തന്നെ ഫോക്സസ് അപ്പോഴേ ഡിസപ്പിയർ ആവുന്നു. നേച്ചർ അവരെ അങ്ങ് എന്തോ സക്ക് ചെയ്തെടുത്ത പോലെയാണ് പറയുന്നത്, അബ്സോർബ് ചെയ്തെടുത്ത പോലെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നേച്ചറിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു കടമ എന്ന് പറയുന്നത് അല്ലേ. അതതുപോലെ തന്നെ ചെയ്യുവാണ്. ആ ഇൻവിസിബിലിറ്റി അല്ലെങ്കിൽ ആ വൈൽഡ് ലൈഫിൻ്റെ ഫ്രജിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വൾണറബിലിറ്റി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് ആര്, ഫോറസ്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫോറസ്റ്റ് അവരെ സക്ക് ചെയ്തെടുത്തു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുത്തു കംപ്ലീറ്റ് ആയിട്ടെന്ന്. എന്നുവെച്ചാൽ അവർക്ക് കാണാനേ പറ്റുന്നില്ല. ഐ വിഷ് ഐ ഹാഡ് തോട്ട് ടു പുട്ട് മൈ ഫേസ് ടു ദ ഗ്രാസ് ബട്ട് വി കെപ്റ്റ് വാക്കിംഗ് സ്പീക്കിംഗ് ആസ് സ്ട്രേഞ്ചേഴ്സ് ഡു വെൻ ബിക്കമിങ് ഫ്രണ്ട്സ്. ഇനി സ്പീക്കർ റിഗ്രറ്റ് ചെയ്യുവാണെന്ന് വെച്ചാൽ എന്താ, ഈ ഫോക്സുമായിട്ട് അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ഡീപ്പായിട്ടൊരു കണക്ഷൻ ഫോം ചെയ്യാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറയുവാണ്. ആൻഡ് എൻ്റെ ഫേസ് ഗ്രാസിലോട്ട് ടച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട് സ്പീക്കർ. എന്ന് വെച്ചാൽ ആ ഹ്യൂമൻ ബീങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ എന്താ ഇവിടെ എർത്തുമായിട്ട് ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ എർത്തുമായിട്ട് കുറച്ചും കൂടി ഹമ്പിളായിട്ട് ഞാൻ പെരുമാറേണ്ടതായിരുന്നു, നേച്ചറിൻ്റെ അടുത്ത് കുറച്ചും കൂടി ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പണ്ടേ കണക്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുവാണ്. എന്ന് വെച്ചാൽ ഞാനൊരു ഔട്ട്സൈഡറാണ് ആൻഡ് ദാറ്റ് ഇസ് വൈ ഫോക്സസ് ഡിസപ്പിയർ ചെയ്ത് ഫോറസ്റ്റിനകത്തോട്ട് കയറിയത്, പേടിച്ചോടിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ ഞാനും എന്താണ് നേച്ചറിൻ്റെ ഭാഗമാണ്. സോ എന്താ പറയുക, ഇവിടെ പോയിട്ട് ഒരു റിഗ്രറ്റ് പോലെ പറയുവാണ്, ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പറയുവാണ്. ഞാൻ നേരത്തെ തന്നെ നേച്ചറിൻ്റെ എലിമെൻസുമായിട്ടൊക്കെ കുറച്ചൊന്ന് ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ കണക്റ്റഡ് ആകേണ്ടതായിരുന്നു എന്ന് പറയുവാണ്. പിന്നെ ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യാണ്, നടന്നുകൊണ്ടിരിക്കുവാണ്. അതായത് ഇവരെല്ലാവരും നടക്കുവാണ്. സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ ഇവർ സംസാരിച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്ത് കാട്ടിനകത്തോട്ട് പോവുകയാണ്. അവരാ നേച്ചറുമായിട്ടുള്ള ഡീപ്പർ മൊമെൻ്റ് ഒന്നും ആസ്വദിക്കുന്നില്ല. ബട്ട് അവരെന്താണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതെല്ലാം ഈ നേച്ചറിനെ ഇഗ്നോർ ചെയ്ത് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സിന് ആ ഒരു എക്കോളജിയുമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള അവെയർനെസ് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ നേച്ചറിനെ ഇഗ്നോർ ചെയ്ത് അവരവരുടെ ഹ്യൂമൻ ഇൻട്രാക്ഷൻസുമായിട്ട് നടന്നു പോവുകയാണ്. ദർ ഇസ് മോർ ആൻഡ് മോർ ഐ ടെൽ നോ വൺ എന്ന് പറയുകയാണ് ദ സ്പീക്കർ. അപ്പോൾ എന്താണ് ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് മൈൻഡിലോട്ട് കയറുവാണ്. അതായത് ഇൻവേർഡായിട്ട് തിങ്ക് ചെയ്യുവാണ് സ്പീക്കർ. അതായത് സ്പീക്കറിൻ്റെ മനസ്സിൽ കുറേ അൺസ്പോക്കൺ ആയിട്ടുള്ള തോട്ടുകളുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് സ്പീക്കറിനെ ട്രാൻസ്ഫോം ചെയ്യുവാണ് ക്വയറ്റായിട്ട്. എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ സ്ലോലി ആൻഡ് ഇൻവിസിബിളി ചേഞ്ച് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ സ്പീക്കറിൻ്റെ അകത്ത്. എന്ത് ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നതെന്നുള്ളത് ഇനി പറയത്തേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ കൂടെ വരുന്ന ഹ്യൂമൻ ബീയിങ്സ് പോലും എന്ത് ചെയ്യുന്നില്ല, നേച്ചറിനെ വാച്ച് ചെയ്യുകയോ ഒബ്സർവ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വളരെ നെഗ്ലക്റ്റ്ഫുള്ളായിട്ട് വളരെ ഇഗ്നോറൻ്റ് ആയിട്ട് ചുമ്മാ പാസ് ചെയ്തങ്ങ് പോവുകയാണ്. ഒരിക്കൽ പോലും നേച്ചറിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യാനോ അതിൻ്റെ എലമെൻസിനെയോ വൈൽഡ് ലൈഫിനെയോ ഒന്ന് എന്താ പറയുക ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാതെയോ ഇവരെന്ത് ചെയ്യുകയാണ്, ഇൻട്രാക്ട് ചെയ്ത് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഷിഫ്റ്റ് ഒക്കെ ചെയ്യുവാണെന്നാണ് പറഞ്ഞൊരു ചേഞ്ച് വരുവാണ് ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും. അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ ഉണ്ട് എന്തോ മരങ്ങളുടെ ഇടയിൽ എന്തോ ഒരു സംതിങ് ആർക്ക് ഫീൽ ചെയ്യുവാണ്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കറിന് ഫീൽ ചെയ്യുവാണ് ചെയ്യുന്നത്. എന്തോ ഇൻറ്റേർണലായിട്ടോ എക്സ്റ്റേർണലായിട്ടോ അദ്ദേഹത്തിൻ്റെ മനസ്സിലും തോന്നി, ആരോ ഒബ്സർവ് ചെയ്യുന്ന പോലെ ഇദ്ദേഹത്തിന് തോന്നി ട്രീസിൻ്റെ ഇടയ്ക്ക് നിന്ന്. സംതിങ് ലുക്സ് ബാക്ക് ഫ്രം ദ ട്രീസ് എന്ന് പറയുവാണ്. ആൻഡ് നോസ് മീ ഫോർ ഹൂ ഐ ആം. എന്ന് വെച്ചാൽ നേച്ചർ തിരിച്ചിവരെ വാച്ച് ചെയ്യുന്നു എന്ന് പറയുവാണ്. നേച്ചർ പാസീവായിട്ട് നിൽക്കുമല്ല, നേച്ചർ ഇവരെ തിരിച്ച് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവർ നേച്ചറിനെ ഒബ്സർവ് ചെയ്തില്ലെങ്കിലും ഇറ്റ് ഈസ് വാച്ചിങ് ദ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുവാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ സ്പീക്കറിന് ട്രൂത്ത് അല്ലെങ്കിൽ ഒരു സെൽഫ് റെക്കഗ്നീഷൻ കിട്ടുവാണ്. സ്പീക്കറിന് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആരോ എന്നെ നോക്കുന്നുണ്ട്, അത് നേച്ചറാണ്, ആരോ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. സോ നേച്ചർ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഒബ്സർവൻ്റ് ആയിട്ട് നിൽക്കുമല്ല, പാസീവായിട്ട് നിൽക്കുമല്ല, എന്ത് ചെയ്യുവാണ്, ഞങ്ങൾ നേച്ചറിനെ ഒബ്സർവ് ചെയ്തില്ലെങ്കിലും നേച്ചർ തിരിച്ച് ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ ഇപ്പോൾ ഹാപ്പൻ ചെയ്തത് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിറ്റ് പറയുന്നത്. അതാണ് ആ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇവർ വാച്ച് ചെയ്തില്ലെങ്കിലും ഇവർ ഒബ്സർവ് ചെയ്തില്ലെങ്കിലും നേച്ചർ തിരിച്ച് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു റിയലൈസേഷനിലാണ് ഈ പോം എൻഡ് ചെയ്യുന്നത്. അതായത് സംതിങ് ലുക്സ് ബാക്ക് ഫ്രം ദ ട്രീസിൻ്റെ ഇടയിൽ നിന്ന് എന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് നോസ് മീ ഫോർ ഹൂ ഐ ആം. ഞാൻ ആരാണെന്ന് അതിനറിയാം എന്ന് ആര് പറയുന്നു, പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹ്യൂമൻ
ബീയിങ്ങിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എഴുതിയിരിക്കുന്ന പോമാണ്. അതിനകത്ത് തീം വരുന്നത് ഹ്യൂമൻ നേച്ചർ റിലേഷൻഷിപ്പാണ്. ഹ്യൂമൻ ബീയിങ്സ് നേച്ചറുമായിട്ട് സെപ്പറേറ്റഡ് ആണ്. നേച്ചർ ഇൻഡിപെൻഡൻ്റ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. ഹ്യൂമൻ ബീയിങ്സിന് ഇവർ നേച്ചറുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ റിഗ്രറ്റ് ആർക്കുണ്ട്? നമ്മുടെ സ്പീക്കർ ഓഫ് ദ പോയത്തിന് ഉണ്ട്. പിന്നെ ഫോക്സസ്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത്, 3 ഫോക്സിനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. ആ 3 ഫോക്സ് എന്ന് പറയുന്ന നേച്ചറിൻ്റെ തന്നെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് നേച്ചറിൻ്റെ തന്നെ ഭാഗമാണെങ്കിലും അവരൊരു ഔട്ട്സൈഡറിനെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത് അല്ലേ. ക്വയറ്റായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേച്ചറുമായിട്ട് നല്ലൊരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരാൻ സാധിക്കും. ഒരു ക്ലോസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ആര് പറയുന്നത്? പോയിറ്റ് പറയുന്നത്. അപ്പം നേച്ചറിനെ നമുക്ക് ഒരിക്കലും ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്കൊന്ന് കുറച്ച് ഒബ്സർവൻ്റ് ആയിട്ടെങ്കിലും നിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ആനിമൽസിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ആനിമൽസും ഹ്യൂമൻ ബീയിങ്സിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു ഭയത്തിലാണ് അവസാനം പോയം പറഞ്ഞ് നിൽക്കുന്നത്, ആ ഒരു റിയലൈസേഷനിലാണ് പോയം പറഞ്ഞ് നിൽക്കുന്നത്. അപ്പം ഈ ഫോക്സസുമായിട്ടുള്ള എൻകൗണ്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പീക്കറിൻ്റെ മൈൻഡിൽ ഒരു ഇന്നർ ചേഞ്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, ആ ഒരു അവെയർനെസ് കൊണ്ടുവരുന്നു. സോ ഈ പോം ഒരു ക്ലൈമറ്റ് നറേഷൻ എന്നുള്ള രീതിയിൽ എങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് നേച്ചറിലോട്ട് ഇൻട്രൂഡ് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഡീഫോറസ്റ്റേഷൻ, അർബനൈസേഷൻ ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഫോക്സസ് വാനിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽസ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുവാണ്, എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഹ്യൂമൻ ബീയിങ്സിന് നേച്ചറുമായിട്ടൊരു കണക്ഷൻ ഇല്ല അല്ലേ. അതാണ് ഇവിടെ, അതായത് ഹ്യൂമൻ ബീയിങ്സ് എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ നേച്ചറിനെ എന്ത് ചെയ്യാണ്, നെഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് നേച്ചർ ഇസ് നോട്ട് പാസീവ്, പക്ഷെ തിരിച്ചതും തിരിച്ചടിക്കും എന്നാണ് പറയുന്നത്. സംതിങ് ലുക്സ് ബാക്ക് എന്ന് വെച്ചാൽ നേച്ചർ പാസീവായിട്ട് ഒബ്സർവ് ചെയ്ത് മാത്രം നിൽക്കത്തില്ല, തിരിച്ച് ഹ്യൂമൻ ബീയിങ്സിനെയും അത് തിരിച്ച് അറ്റാക്ക് ചെയ്യും. എങ്ങനെ അറ്റാക്ക് ചെയ്യും? ഈ എൻവയോൺമെൻറ്റൽ നമ്മൾ അവെയർനെസ്സോ അല്ലെങ്കിൽ എക്കോളജിക്കൽ അവെയർനെസ്സോ ഒന്നും ഇല്ലാതെ, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഡീഫോറസ്റ്റേഷനും ഇതുപോലെ പൊല്യൂഷനുമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവസാനം നമ്മൾ മരിക്കും എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് എർത്തുമായിട്ടുള്ള നേച്ചറുമായിട്ടുള്ള ഒരു റീകണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുവാണ്. സംതിങ് ഹാസ് ചേഞ്ച്ഡ് എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് സ്ലോ ആണ്, അൺനോട്ടീസ്ഡ് ആണ്. നമ്മളതിനെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക്, നമ്മൾ ആ നേച്ചറിനെ അല്ലെങ്കിൽ നേച്ചറിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും എന്ത് പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ തന്നെ നമ്മുടെ കുഴി കൊണ്ട് കണക്കായി പോവും, അത്ര ലേറ്റ് ആയി പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പോയത്തിനകത്ത് സംസാരിക്കുന്നത്.